കൂട്ടുകാരെ, എൻ്റെ അഗ്ലോണിമ കണ്ടോ? ഇതേതാന്ന് നിങ്ങൾക്കറിയാമോ? ഇത് റെഡ് എമറാൾഡ് അല്ലേ? ഒരുവിധപ്പെട്ട അഗ്ലോണിമ പ്രേമികളുടെ എല്ലാം വീട്ടിൽ ഇതിൻ്റെ ഒരു തൈ ഉണ്ടാവും. പക്ഷെ ഞാനിപ്പം എന്താ ഈ വീഡിയോയുമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഈ ചെടി നിങ്ങൾ നോക്കിക്കേ, ഇഷ്ടംപോലെ അതിന് തൈകളാണ്, ഇഷ്ടംപോലെ ഷൂട്ട്സാണ്. ചെടി എത്ര ബുഷായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇത്ര ഇങ്ങനെ നിൽക്കുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അഗ്ലോണിമ ആയാൽ നല്ല ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ തൈകൾ നിങ്ങളൊന്ന് നോക്കിക്കേ, എണ്ണിക്കേ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണിക്കേ. കണ്ടോ? അത് വലിയ ചട്ടിയൊന്നുമല്ല, പക്ഷേ നല്ല നിറച്ച. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹം, ഞാൻ എന്താ ഇതിനൊക്കെ വളം ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ ആ വളപ്രയോഗങ്ങൾ ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇവനാണ് ആ താരം. വല്ല പൊട്ടാഷ് കലക്കിയതാ നിങ്ങൾ ഓർക്കും? ഒന്നുമല്ല, ഇറച്ചി കഴുകിയ വെള്ളമാണ്. ഇറച്ചി കഴുകിയ വെള്ളം എന്ന് പറയുമ്പോഴല്ലോ, 1-2 ദിവസം പഴകുകയും കൂടെ ചെയ്താൽ അടിപൊളി. പക്ഷേ നാറ്റം പറയണ്ടല്ലോ. പക്ഷെ സൂപ്പർ സാധനമാണ്. ഇനി ഞാൻ ഇത് തന്നെയല്ല, ഇതിൻ്റെ കൂടെ ചില പദാർത്ഥങ്ങളുടെ ചേർക്കും, ചില രാസ വളങ്ങളുടെ ചേർക്കും. നോക്കാവേ, ഇത് നമ്മുടെ 19 ഇത് പച്ച കളറിലാണ്. ചിലപ്പോൾ നമുക്ക് ഈ പിങ്ക് കളറിലും കിട്ടാറുണ്ട്. ഇത് ഈ ഒരാണ്ടപ്പോൾ ഫുള്ളൊന്നുമില്ല, കണ്ടോ? ഒരു സ്പൂണ് അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും, ഡൈലൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ മുഴുവൻ 1-2 ചെടികൾക്കല്ല, എല്ലാ അഗ്ലോണിമകൾക്കും കലാത്തിയേക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ കൊള്ളാം. ഇനിയും വേറൊരെണ്ണം കാണിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നല്ല, നിങ്ങളെ ഞാൻ കാണിക്കുക ഞാൻ എന്തൊക്കെ ഇടുന്നത്. ഇതൊരു ഓർഗാനിക് വളമാണ്. ഇതെനിക്കൊരു നേഴ്സറി, കട്ടപ്പനയിലെ ഒരു പ്രമുഖ നേഴ്സറിക്കാരൻ പറഞ്ഞു തന്നതാണ്. അതും വല്ലപ്പോഴും ഇതുപോലെ 1-1.5 സ്പൂണ് ഞാൻ ചേർക്കും. ഇനിയും വേറൊന്ന് കാണിക്കാം. ഇത് ഒരു ജൈവ വളമാണെന്നാണ് പറഞ്ഞത്. ഇത് അത്ര ജൈവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതും നമ്മുടെ പ്രൈമറി ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയേക്കുന്ന ഒരു വളമാണ്. ഇത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ്, ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടേ കാണിക്കാൻ പാട്. മഗ്നീഷ്യം സൾഫേറ്റൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലേ സ്വല്പം ചേർക്കാവൂ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് മുഴുവൻ കൂടെ ഞാൻ ചേർക്കുമെന്ന്, അങ്ങനെയൊന്നുമില്ല. മാസത്തിൽ ഏതെങ്കിലും 2 വളം വളരെ കുറേശ്ശേ. ഇത് നമ്മുടെ 24 ക്യാരറ്റിൻ്റെ ചെടിയാണ്, കണ്ടോ? അതിൻ്റെ ഷൂട്ട്സ് നിൽക്കുന്നത് കണ്ടോ? അതൊരിക്കലും കഴിഞ്ഞ ദിവസം കാറ്റത്ത് മറിഞ്ഞു വീണതാണ്, പൊട്ടി പോയിട്ട് പിന്നെ ശരിയായി വന്ന. ഇത് കണ്ടോ? ഇത് നമ്മുടെ റെഡ് പനാമയ്ക്ക് എത്ര തൈ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. പാവം കണ്ടോ, ഇല പൊള്ളി നിൽക്കുക. ഭയങ്കര വെയിലല്ലേ, കണ്ടോ? എത്ര ഷൂട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇത്ര വലിയ ചട്ടിയൊന്നുമല്ല, എങ്കിലും ഇഷ്ടംപോലെ ഷൂട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്തൊക്കെ ഞാൻ വളം ചെയ്തു. ഇതിൻ്റെ പുറമെ കാപ്പി ചായയുടെ മിച്ചമൊക്കെ കിട്ടിയാൽ അതും വല്ലപ്പോഴും ഒഴിക്കും കേട്ടോ. ഇത് നമ്മുടെ യെല്ലോ പപ്പായയല്ലേ, യെല്ലോ പപ്പായയുടെ ഇത് നോക്കിയേ, ചെറിയൊരു ചട്ടിയാണ്. ഈ വെള്ളച്ചട്ടിക്ക് അകത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ കറുത്ത ചട്ടിയാണ്. എത്ര ഷൂട്ട്സ് ഉണ്ടെന്ന് കണ്ടോ? ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഇത്രയല്ല, ഞാൻ കുറേ പേരെടുത്ത് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് സിയാം ഡയമണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചതാണ്, സിയാം ഡയമണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക.